ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ആപ്ലിക്കേഷനാണ് ലൈറ്റ്ഷോട്ട്. ഈ ലൈറ്റ്ഷോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിന്റ് സ്ക്രീൻ എടുക്കാൻ സഹായിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ്ഷോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഈ ലൈറ്റ്ഷോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒരു ഫ്രീ വെയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേറെ ലൈസൻസോ മറ്റു കാര്യങ്ങളോ ആവശ്യമില്ല. ഞാൻ ഓൾറെഡി ഇവിടെ ലൈറ്റ്ഷോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. സാധാരണ രീതിയിൽ ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് മാതിരി അതിന്റെ exe ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് ലാംഗ്വേജ് ആണ് നമുക്ക് വേണ്ട ആ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ലൈസൻസ് എഗ്രിമെന്റ്, ഏതൊരു ആപ്ലിക്കേഷനെ പോലെ ലൈസൻസ് എഗ്രിമെന്റ് അതും അക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക. വളരെ ചെറിയൊരു ലൈറ്റ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിന്റെ ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ആവും. നമ്മുടെ ലാപ്ടോപ്പിൽ കാണുന്ന പ്രിന്റ് സ്ക്രീൻ ബട്ടൺ പ്രസ് ചെയ്യുക. ലാപ്ടോപ്പിലോ അതേപോലെ തന്നെ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ കീബോർഡിലുള്ള പ്രിന്റ് സ്ക്രീൻ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി ലാപ്ടോപ്പിന്റെ കേസിൽ നമുക്ക് ചില സമയത്ത് ഫംഗ്ഷണൽ കീ കൂടി പ്രസ് ചെയ്തിട്ട് വേണം പ്രിന്റ് സ്ക്രീൻ ഉപയോഗിക്കാൻ. അത് ഡിപ്പെൻഡ് അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിന്റെ കീ അലൈൻമെന്റ് പോലെ ഇരിക്കും. ഇവിടെ നമ്മൾ പ്രിന്റ് സ്ക്രീൻ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കാണാം ഒരു കഴ്സർ നമുക്ക് കിട്ടും ഡ്രാഗ് ചെയ്യാൻ കണക്കിന്. ആ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഏരിയ ആണോ നമ്മൾ ഡ്രാഗ് ചെയ്യണത് ആ ഏരിയ ആണ് നമുക്ക് പ്രിന്റ് സ്ക്രീൻ ആയിട്ട് കിട്ടുന്നത്. അത് നമുക്ക് മൂവ് ചെയ്ത് വെക്കാൻ പറ്റും. അതിന്റെ നടുക്ക് പ്രസ് ചെയ്ത് മൂവ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് ലാർജ് ചെയ്യാനും സ്കെയിൽ ചെയ്യാൻ പറ്റും. അതായത് ലാർജ് ചെയ്യാനോ ചെറുതാക്കാനോ വലുതാക്കാനോ ഒക്കെ പറ്റും. ഇനി ഒരു പെർട്ടിക്കുലർ പോർഷൻ നമുക്ക് ഒരു ടൂൾ വെച്ച് റെക്ടാങ്കിൾ ടൂൾ വെച്ചിട്ട് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കിങ് പറ്റും. അതുപോലെ തന്നെ ആരോ, ലൈൻ, അങ്ങനെ പല ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഹൈലൈറ്റർ ഉണ്ട്, പെൻ ടൂൾ ഉണ്ട്. ഇനി ഇതിന്റെ എല്ലാം കളറുകളും നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. ഹൈലൈറ്ററിന്റെ കളറും ആരോ കളറും എല്ലാം മാറ്റി കൊടുക്കാനും പറ്റും. റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പാനലിൽ നമുക്ക് കളർ സെലക്ട് ചെയ്യാം. ടൈപ്പ് ചെയ്യാനുള്ള ടെക്സ്റ്റ് ടൂൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഹൈലൈറ്റർ അവൈലബിൾ ആണ്. റെക്ടാങ്കിൾ സെലക്ഷൻ, അതായത് ഒരു റെക്ടാങ്കിൾ മാർക്കിംഗ് അവൈലബിൾ ആണ്. പിന്നെ ആരോ കീ അവൈലബിൾ ആണ്. ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ ലൈൻ വരയ്ക്കാം. ഒരു സ്പെസിഫിക് മാർക്കിങ്ങിന് വേണ്ടിയിട്ട് പെൻസിൽ ടൂളും അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഇത് ഓരോ പ്രോസസ്സിനും അതിന്റെ കളറും നമുക്ക് താഴെ കാണുന്ന കളർ ബോക്സിൽ നിന്ന് നമുക്ക് മാറ്റി കൊടുക്കാൻ കഴിയും. ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റും. ആരോ കീ, ആവശ്യമുള്ള ടെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം താഴെ കാണുന്ന ബാറിൽ നമുക്ക് സേവ് ചെയ്യാനും കോപ്പി ചെയ്യാനും പ്രിന്റ് ചെയ്യാനും അതേപോലെ തന്നെ ക്ലൗഡ് വഴി ഷെയർ ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ക്ലൗഡ് വഴി ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അതിൽ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ഇത് ഡ്രോ ചെയ്തത് നമുക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ പെയിന്റിലേക്കോ അതല്ല മറ്റെന്തെങ്കിലും ആപ്ലിക്കേഷനിലേക്കോ നേരിട്ട് പേസ്റ്റ് ചെയ്യാനും കഴിയും. ഇത്തരത്തിൽ പ്രിന്റ് സ്ക്രീൻ എടുക്കുന്നത് കോപ്പി ചെയ്തതിനു ശേഷം വേർഡിലേക്കോ പെയിന്റിലേക്കോ മറ്റേതെങ്കിലും ആപ്ലിക്കേഷനിലേക്കോ പേസ്റ്റ് ചെയ്യാനും കഴിയും. ഇതിന്റെ വേറൊരു ഫീച്ചറാണ് നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു മാർക്കിങ് നമുക്ക് റിവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് അൺഡു ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.